trigonometry, inverse trigonometry. First നമുക്ക് trigonometry cover ചെയ്യാം. What is trigonometry? It is the study of relationship between the sides and angles of a triangle. അപ്പോൾ മെയിൻ ആയിട്ട് ട്രിഗ്നോമെട്രി ഹാൻഡിൽ ചെയ്യുന്ന ഡീൽ ചെയ്യുന്ന എന്താണ്, ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസിനെയും സൈഡ്സിന്റെയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ട്രിഗ്നോമെട്രി ഉള്ളത്. സോ ആംഗിൾസ് എന്ന് പറയുന്നത് എന്താ, മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ റേ അബൌട്ട് ഇറ്റ്സ് ഒറിജിൻ. ഒറിജിനിൽ നിന്ന് ഒരു റേ അതിന്റെ റൊട്ടേഷൻ, അത് എത്രത്തോളം റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മെഷറിനെയാണ് നമ്മൾ ആംഗിൾസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ അത് രണ്ട് ടൈപ്പാണുള്ളത്, അതായത് ഒന്ന് ആന്റി ക്ലോക്ക് വൈസും ഒന്ന് ക്ലോക്ക് വൈസും. നമുക്കറിയാം, അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് റിവേഴ്സ് ഡയറക്ഷൻ, നമ്മുടെ ക്ലോക്ക് വൈസ് പറയുമ്പോൾ നമ്മുടെ ക്ലോക്കിന്റെ ആ ഒരു ഡയറക്ഷൻ. ഇപ്പൊ സപ്പോസ് ഈ റൊട്ടേഷൻ, ഇപ്പൊ നമ്മൾ റേയുടെ റൊട്ടേഷൻ പറഞ്ഞു, ഇപ്പൊ ആംഗിൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ എടുക്കേണ്ട ആംഗിൾ പോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് സപ്പോസ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ ആംഗിൾ ഷുഡ് ബി കൺസിഡേർഡ് ആസ് നെഗറ്റീവ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഡിഗ്രി മെഷർ, അതായത് ആംഗിൾ രണ്ട് രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാം, ഒന്നെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡിഗ്രി ഓർ ഇൻ ടേംസ് ഓഫ് റേഡിയൻസ്. അപ്പൊ ഡിഗ്രി മെഷറിൽ 1 കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്, 1 കംപ്ലീറ്റ് റൊട്ടേഷൻ എന്താണ്, 360 ഡിഗ്രി അല്ലെ. ഇനി 1 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ, 60 മിനിറ്റ്സ് ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് 60 റേസ് ടു ഡാഷ് ടേം. ഇനി 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാ, 60 സെക്കൻഡ്സ് ആണ്. 60 സെക്കൻഡ്സിന് നമ്മൾ ഡബിൾ ഡാഷ് അങ്ങനെ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് ഇൻ ടേംസ് ഓഫ് റേഡിയൻസ്, ഇപ്പൊ റേഡിയൻ മെഷർ എന്ന് പറയുന്നത് എന്താ, ആംഗിൾ സബ്ടെൻഡഡ് ബൈ ആൻ ആർക്ക് ഇൻ റേഡിയൻസ്. ക്ലിയർ ആയല്ലോ. അതായത് നമ്മളിപ്പോ ആംഗിൾ സബ്ടെൻഡ് ചെയ്യുന്നത്, ഇപ്പൊ ഒറിജിനിൽ നിന്നൊരു ആർക്ക് അല്ലെ, ഈ ആർക്ക് എന്ന് പറയുന്നത് ഇത്രയും റൊട്ടേറ്റ് ചെയ്തു. ഇപ്പൊ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും, ഈ ആർക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അപ്പൊ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ തീറ്റ, ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത മെഷർ ആണ് ഈ ആംഗിൾ തീറ്റ. അതിപ്പോ സപ്പോസ് ഇപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ തീറ്റ നമ്മൾ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യണം, അതർവൈസ് നെഗറ്റീവ്. ക്ലിയർ ആയല്ലോ. ഇനി ഇതിന്റെ ഫോർമുലയാണ് തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. തീറ്റ ഇസ് ഈക്വൽ ടു, തീറ്റ എന്ന് പറയുന്നത് ഇപ്പൊ ആംഗിൾ സബ്ടെൻഡഡ് ബൈ ആൻ ആർക്ക്. ഇനി ഇൻ റേഡിയൻസ് അതിന്റെ ഫോർമുലയാണ് ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഇപ്പൊ റേഡിയസ് നമുക്കറിയാലോ, ഈ ഒറിജിനിൽ നിന്ന് ഇപ്പൊ ആ ഒരു പെർട്ടിക്കുലർ റേയുടെ ആ ഒരു ലെങ്ത് ഇല്ലേ, ഓക്കെ, ആ ഒരു റേയുടെ ലെങ്ത് ആണ് റേഡിയസ് ആയിട്ട് വരിക. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്താ, ഇപ്പൊ ഇത്രയും റൊട്ടേറ്റ് ചെയ്തില്ലേ, അപ്പൊ ഈ ഒരു പോയിന്റ് ഈ ഇനീഷ്യൽ പോയിന്റ് എന്ന ഫൈനൽ പോയിന്റിലേക്ക്, ടെർമിനൽ പോയിന്റ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അത്രയുമാണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ആർക്കിന്റെ ലെങ്ത് അതിനാണ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ ഈ രണ്ടും ഡിനോട്ട് ചെയ്യുന്നത് എൽ ബൈ ആർ എന്നാണ്. ഓക്കെ, അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു എൽ ബൈ ആർ, അല്ലെങ്കിൽ ഇതേപോലെ എൽ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ആർ ഇൻറ്റു തീറ്റ. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും, അപ്പൊ ഏത് ടേംസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് റീഅറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് പൈ ഇൻ ടേംസ് ഓഫ് റേഡിയൻസ് ആണെങ്കിൽ വാല്യൂ 22/7 ഓർ 3.14. ഇൻ ടേംസ് ഓഫ് ഡിഗ്രി ആണെങ്കിൽ 180. ഇനി 1 റേഡിയൻ ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് 1 റേസ് ടു c ഇസ് ഈക്വൽ ടു 180/π ഡിഗ്രി. അതേപോലെ 1 ഡിഗ്രി എന്ന് പറയുന്നത് π/180 റേഡിയൻസ് ആണ്. ഇനി ഈ ഒരു ടേബിളിൽ ആംഗിൾ ഇൻ ഡിഗ്രീസ് ആൻഡ് റേഡിയൻസ് രണ്ട് റോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് റോയിൽ ഡിഗ്രിയും സെക്കൻഡ് റോയിൽ റേഡിയൻസും കറസ്പോണ്ടിങ് വാല്യൂസ്. ഇപ്പൊ 0 ഡിഗ്രി 0 റേഡിയൻസ് തന്നെയാണ്, 30 ഡിഗ്രി π/6 റേഡിയൻസ് ആണ്, എക്സെട്ര 360 ഡിഗ്രി 2π റേഡിയൻസ് ആണ്. ഇപ്പൊ വാല്യൂസ് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് സൈൻ ആൽഫ ഇസ് ഈക്വൽ, അതായത് ബേസിക് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നമ്മളിനി ജസ്റ്റ് ഫോർമുല ഡിഫൈൻ ചെയ്യാൻ പോകണം. അപ്പൊ അതിൽ എപ്പോഴും നമ്മളൊരു റൈറ്റ് ആംഗിൾ ബേസ് ചെയ്തിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന കമ്പോണൻസ്, അതായത് y ഓപ്പോസിറ്റ് സൈഡ്, x adjacent സൈഡ് ആൻഡ് r ഹൈപ്പോടെന്യൂസ്. ഓക്കെ, അപ്പോൾ സപ്പോസ് ആംഗിൾ ആൽഫ, ലെറ്റ് ഇറ്റ് ബി ആംഗിൾ. ഇനി ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് x ആണ്, സോറി y ആണ്. adjacent സൈഡ് എന്ന് പറയുന്നത് x ആണ് ആൻഡ് ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത് r ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സൈൻ ആൽഫ ഫസ്റ്റ് എടുക്കാം, y by r, അതായത് സൈൻ ആൽഫ എന്ന് പറയുന്നത് സൈൻ ഓഫ് ദിസ് ആംഗിൾ ആൽഫ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ്, അതാണ് y by r.
ഇനി cos alpha എന്ന് പറയുന്നത് adjacent side by hypotenuse ആണിത് x divided by r. ഇനി tan alpha എന്താ sin alpha by cos alpha അതായത് y by x, that is opposite side divided by adjacent side. Clear ആയല്ലോ? Similarly cot alpha x by y, sec alpha r by x ഉം പിന്നെ cosec alpha r by y. നെക്സ്റ്റ് നമുക്ക് പീരിയോഡിക് ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. അതായത് a function is said to be periodic if f of x plus t is equal to f of x. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡ് t അത് കഴിഞ്ഞാൽ ഈ f of x റിപ്പീറ്റഡ് ആയിക്കൊണ്ടേ വരും. ക്ലിയർ ആയി? അങ്ങനത്തെ ഫങ്ഷൻസിനെയാണ് പീരിയോഡിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ അറിയാം. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെൽ കഴിഞ്ഞാൽ ഈ സെയിം ഗ്രാഫ് തന്നെ, അതായത് സെയിം ഫങ്ഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യും. അതായത് പൈ ബൈ 4 ടു ഈ 3π/4 ഉം പൈയുടെ ഇടയിലുള്ള ഒരു വാല്യൂ. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ അഗെയിൻ ദ സെയിം ഫംഗ്ഷൻ ഇസ് റിപ്പീറ്റിംഗ്. ഓക്കെ, ജസ്റ്റ് ഇതൊരു ബേസിക് ഗ്രാഫ് തന്നു മാത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പീരിയഡ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ π/2 മുതൽ പൈ വരെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് എക്സാക്ട്ലി ആ സെയിം വാല്യൂ ഒന്നല്ല. ഓക്കെ, ജസ്റ്റ് ഒരു ഏകദേശം ഒരു ഐഡിയ മനസ്സിലാക്കുക. ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡ് ടി കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ റിപ്പീറ്റഡ് ആവും, അത്രയേ ഉള്ളൂ. ദെൻ പീരിയഡ് ടി എന്ന് പറയുന്നത് എന്താ? ലെങ്ത് ഓഫ് വൺ കംപ്ലീറ്റ് സൈക്കിൾ. ഒരു കംപ്ലീറ്റ് സൈക്കിൾ, ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് അല്ല, അപ്പോൾ ആ കംപ്ലീറ്റ് സൈക്കിളിന്റെ ലെങ്ത്തിനെയാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. ഇനി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഏറ്റവും മാക്സിമം വാല്യൂയിലേക്ക്, അല്ലെങ്കിൽ അതായത് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ ആണ് ഈ ഏറ്റവും ടോപ്പ് പോയിന്റ് അല്ലെ, അതേപോലെ ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റ് ഇതാണ്. അപ്പോൾ ഈ ഒരു നമുക്ക് ഏറ്റവും ആക്സസിൽ നിന്ന് ഏറ്റവും മിനിമം പോയിന്റ് എന്ന് പറയുന്നത്, അങ്ങനെയും ആംപ്ലിറ്റ്യൂഡ് കൺസിഡർ ചെയ്യാം. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മിഡിൽ പോയിന്റ് ടു ദ ഹയസ്റ്റ് ഓർ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ ഫംഗ്ഷൻ, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ്, വാല്യൂ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഫോർ സം പെർട്ടിക്കുലർ ആംഗിൾസ്. ചില പെർട്ടിക്കുലർ ആംഗിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് ആണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള മെയിൻ ആംഗിൾസ് ഏതൊക്കെയാണ്? 0, 30, 45, 60, 90. ഇതെല്ലാം പ്രോബ്ലംസിൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് സൈൻ, കോസ്, ടാൻ, കോട്ട്, സീക്, കൊസീക് ഇതിന്റെ വാല്യൂസ് ആണ്. ജസ്റ്റ് ഗോ ത്രൂ ദിസ് ടേബിൾ. എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെല്ലാം ഇതിന്റെ ഈ കറസ്പോണ്ടിങ് ടോപ്പിക്കിന്റെ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ വാല്യൂസ് അറിഞ്ഞിരിക്കാം. ഓക്കെ, നെക്സ്റ്റ്, സൈൻ ഓഫ് ഫങ്ഷൻസ്. അതായത് ഇപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ സൈൻ നമ്മൾ എന്തിന്റെ ബേസിസിൽ എടുക്കുക? ക്വാഡ്രന്റ് ബേസിലാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ടോട്ടലി 4 ക്വാഡ്രന്റ്സ് അതെ. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. അതിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ, എ പറയുന്നത് ഓൾ ആർ പോസിറ്റീവ്. ഓൾ ഫംഗ്ഷൻസ് സൈൻ, കോസ്, ടാൻ എല്ലാ ഫംഗ്ഷൻസും പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ഫംഗ്ഷൻ ആണ് പോസിറ്റീവ്. അപ്പോൾ സൈനിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കൊസീക് ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്. ദെൻ ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് ഇസ് പോസിറ്റീവ്, അതായത് കോസ് ആൻഡ് സീക് ആർ പോസിറ്റീവ്. നെക്സ്റ്റ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സിന്റെ സമ്മും ഡിഫറൻസിന്റെയും അതിന്റെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അതായത് സൈൻ ഓഫ് എ പ്ലസ് ബി, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. Sin of a minus b equal to sin a cos b minus cos a sin b. Cos of a plus b is equal to cos a cos b minus sin a sin b. Cos of a minus b equal to cos a cos b plus sin a sin b. Tan of a plus b equal to tan a plus tan b by 1 minus tan a tan b. Tan of a minus b equal to tan a minus tan b by 1 plus tan a tan b. ഒരെണ്ണം പഠിക്കുക, അടുത്തത് അതിന്റെ ജസ്റ്റ് പെയർ കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, പ്ലസ് ഇവിടെ മൈനസ് ആവുന്നത്, cos of a plus b യിൽ മൈനസ് എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ആവുന്നത്. ദെൻ ടാൻ ഓഫ് എ പ്ലസ് ബിയിൽ ഇതേപോലെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സൈൻ ചേഞ്ചസ് വരും. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ എല്ലാത്തിന്റെയും ഇൻവേഴ്സ് ആണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ വരുന്നത്. ഇപ്പൊ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, സീക് ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പ്രോപ്പർട്ടീസ് ആണ് ഓരോ ഫംഗ്ഷൻസിന്റെ. പിന്നെ ഇതേപോലെ ഫംഗ്ഷൻസിന്റെ റേഞ്ച്, ഡൊമൈൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് ആണ്. അതായത് ഇൻവേഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ആംഗിൾ ആണ് വരെ എക്സ് എന്ന് പറയുന്നത്. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എക്സ്. അതേപോലെ തന്നെ ബാക്കി ഫംഗ്ഷൻസും ഇവിടെ എക്സിന്റെ ആ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. എക്സ് ബിലോങ്സ് ടു closed interval minus pi by 2 comma pi by 2.
ക്ലിയർ ആയില്ല? ഈ ക്ലോസ്ഡ് ഇന്റർവെലും ഓപ്പൺ ഇന്റർവെലും തമ്മിൽ ഡിഫറൻസ് അറിയാലോ. ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്ട്രീം വാല്യൂസ് ഇൻക്ലൂഡഡ് അല്ല. ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഇതേപോലെ സ്ക്വയർ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും. ബോത്ത് ദ എക്സ്ട്രീം വാല്യൂസ്, അതായത് -π/2 π/2 ഇൻക്ലൂഡഡ് ആയിരിക്കും, പിന്നെ ഇൻ ബിറ്റ്വീൻ വാല്യൂസ്. അപ്പോൾ അതുപോലെ ഓരോന്നിന്റെയും സെപ്പറേറ്റ് വാല്യൂസ്, റേഞ്ച് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്, അത് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അതും അതേപോലെ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ്, എന്നിട്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ആണ് പറഞ്ഞാൽ ഇതിപ്പോൾ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. അങ്ങനെ സിമിലർലി ബാക്കി എല്ലാ ഫംഗ്ഷൻസും ഇവിടെ ഇതേപോലെ എക്സിന്റെ കറസ്പോണ്ടിങ് റേഞ്ച് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറയുന്നത് കോസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. അതുപോലെ കോസ് ഇൻവേഴ്സ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇതിനെ വേറെ രീതിയിലും എക്സ്പ്രസ് ചെയ്യാം, -π + കോട്ട് ഇൻവേഴ്സ് എക്സ്. പക്ഷെ ഡിഫറൻസ് എന്താ? കോട്ട് ഇൻവേഴ്സ് എക്സ് ആവുന്നത് എപ്പോഴാണ്? എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ -π + കോട്ട് ഇൻവേഴ്സ് എക്സ്. നെക്സ്റ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് -x എന്നുള്ളത് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്നുള്ളത് π - കോസ് ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് ഓഫ് -x ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. അതേപോലെ കോട്ട് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സും ശ്രദ്ധിക്കാം. ഇനി സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്, ഇത് രണ്ടും ഇൻവേഴ്സ് ഫംഗ്ഷൻസിന്റെ സം എന്ന് പറയുന്നത് π/2 ആണ്. അതേപോലെ ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും ആഡ് ചെയ്താൽ π/2 കിട്ടും. സീക്ക് ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ π/2 കിട്ടും. നെക്സ്റ്റ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ, വളരെ ഇമ്പോർട്ടൻറ്റ്, നമുക്ക് പ്രോബ്ലംസിൽ എപ്പോഴും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 - xy. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെൻ എക്സ് ഇൻറ്റു വൈ, ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. സപ്പോസ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1 എങ്കിൽ നമുക്ക് വരേണ്ടത് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 + xy. നെക്സ്റ്റ് ഇഫ് xy ഗ്രേറ്റർ ദാൻ 0, അങ്ങനെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 - xy, വേർ xy എന്ന് പറയുന്നത് ലെസ് ദാൻ 1 കേസിലും. ഇനി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 - xy. അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് കണ്ടീഷൻ ബോത്ത് എക്സ് ആൻഡ് വൈ ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ ഓരോ ഡിഫറെന്റ് കണ്ടീഷൻസിനും ഈ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എങ്ങനെയാണ് ഫോർമുല ഡിഫറൻസ് തന്നിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. ഓരോന്നിലും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ xy is less than 1 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1, ആ കണ്ടീഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ ഇപ്പോൾ ചില കേസസിൽ നമുക്കിപ്പോൾ ക്വാഡ്രന്റ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ബോത്ത് എക്സ് ആൻഡ് വൈ രണ്ടും എന്താ ഇതേപോലെ പോസിറ്റീവ് ആണ്. ഇപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൈ പോസിറ്റീവ് ആണ് പക്ഷേ എക്സ് നെഗറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെ ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എക്സിന്റെ വൈയുടെ വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. അതനുസരിച്ചിട്ട് വേണം ഈ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ നമ്മൾ ഫോർമുല ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്. Next, tan inverse x minus tan inverse y is equal to tan inverse x minus y by 1 + xy. നേരത്തെ പറഞ്ഞ പോലെ തന്നെ xy greater than -1. ഇനി 2 tan inverse x is equal to tan inverse 2x by 1 - x². Okay, where modulus x is less than 1. Next, sin inverse x plus sin inverse y. ഇപ്പോൾ രണ്ട് ഡിഫറെന്റ് ആംഗിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ sin inverse of x into root of 1 - y² plus y into root of 1 - x². ഇവിടെ സ്ക്വയർ റൂട്ട് ഉണ്ട്. ഓക്കെ, അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് x into root of 1 - y² plus y into root of 1 - x². അതേപോലെ തന്നെ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈയും വരും. ജസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ടേംസ് കുറച്ച് ഡിഫറെന്റ് ആണ്, കമ്പയർ ചെയ്ത് പഠിക്കാം. ഇവിടെ xy മൈനസ് ഓഫ് റൂട്ട് ഓഫ് 1 - x² into root of 1 - y². ഓക്കെ, നെക്സ്റ്റ് 2 സൈൻ ഇൻവേഴ്സ് x is equal to sin inverse of 2x into root of 1 - x². 2 cos inverse x എന്താ, cos inverse of 2x² - 1. 2 tan inverse x എന്ന് പറയുന്നത് in terms of sin inverse എന്ന് പറയുന്നത് എന്താ 2x by 1 + x². ഇനി അതേപോലെ ബാക്കി ഫോർമുലയും നമുക്ക് ഏതാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫോർമുല അതെല്ലാം ക്ലിയർ ആയി പഠിച്ചു വെക്കുക, പ്രോബ്ലംസിൽ മോസ്റ്റ്ലി ചോദിക്കുന്നത്. ഓക്കെ, ബാക്കി അതേപോലെ തന്നെ 3 sin inverse x ഇതും ചോദിക്കാറുണ്ട്. 3 sin inverse x എന്ന് പറയുന്നത് sin inverse of 3x - 4x³. അതുപോലെ 3 cos inverse x equal to cos inverse 4x³ - 3x. 3 tan inverse x equal to tan inverse of 3x - x³ divided by 1 - 3x².
Similarly, 2 tan inverse x equal to നേരത്തെ പറഞ്ഞ പോലെ tan inverse of 2x by 1 minus x square. ഇപ്പോൾ സിമിലർ ടൈപ്സ് നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.